നമസ്കാരം. ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് വീണ്ടും ഒരിക്കൽ കൂടി കൈകൾ ചോർന്നിരിക്കുകയാണ്. പിങ്ക് ബോൾ ടെസ്റ്റിന്റെ ആദ്യ ദിനം മൂന്നാം സെഷനിലാണ് അദ്ദേഹത്തിന് അതായ സമയം എടുക്കേണ്ട ഒരു കാച്ച് താഴെയിട്ട് കളഞ്ഞത്. ഇതേ തുടർന്ന് ഉറപ്പായും ലഭിക്കേണ്ടിയിരുന്ന ഒരു വിക്കറ്റായിരുന്നു ഇന്ത്യക്ക് നഷ്ടമായത്. ഓസീസ് ഓപ്പണറും യുവതാരവുമായ നഥാൻ മാക്സ്വിനിക്കാണ് ഋഷഭിന്റെ പിഴവ് കാരണം ആയുസ് നീട്ടിക്കിട്ടിയത്. ഈ പരമ്പരയിൽ ഇതാദ്യമായല്ല അദ്ദേഹം ക്യാച്ച് പാഴാക്കിയത്. നേരത്തെ പെർത്തിൽ ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സുകളിലും ഋഷഭ് ക്യാച്ചുകൾ പാഴാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് താരം നേരിട്ടുകൊണ്ടിരുന്നത്. ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കാണ് ഋഷഭിന്റെ മണ്ടത്തരം കാരണം അർഹിച്ച വിക്കറ്റ് നഷ്ടമായത്. ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സിലെ 7ാമത്തെ ഓവറിലായിരുന്നു സംഭവം. വിക്കറ്റ് നഷ്ടമില്ലാതെ 13 റൺസ് എന്ന നിലയിലായിരുന്നു ഓസീസ് ഈ ഓവർ ആരംഭിച്ചത്. 8 റൺസുമായി ഉസ്മാൻ ഖ്വാജയും മാക്സ്വിനിയുമായിരുന്നു അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത്. സ്ട്രൈക്ക് നേരിട്ട മാക്സ്വിനിക്ക് ആദ്യ പന്തിൽ തന്നെ റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ല. അടുത്ത പന്തിൽ അദ്ദേഹം ഡബിൾ എടുത്തു. 3ാമത്തെ ബോളിലായിരുന്നു ആരാധകരെ നിരാശപ്പെടുത്തിയ സംഭവം നടന്നത്. മാക്സ്വിനിയുടെ ബാറ്റിൽ എഡ്ജായ ബോൾ നേരെ വിക്കറ്റിന് പിന്നിലേക്ക്. പക്ഷേ വളരെ വൈകിയാണ് ഋഷഭ് ഇതിനോട് പ്രതികരിച്ചത്. വലതുവശത്തേക്ക് അദ്ദേഹം ഡൈവ് ചെയ്തെങ്കിലും ബോൾ കൈകളിൽ ഒതുങ്ങിയില്ല. വലത് കൈയിലെ ഗ്ലൗസിൽ തട്ടിയ പന്ത് ഫസ്റ്റ് സ്ലിപ്പിലുണ്ടായിരുന്ന രോഹിത്തിന്റെ കൈയിലും തട്ടി താഴെ വീഴുകയായിരുന്നു. ഒരുപക്ഷെ ഫസ്റ്റ് സ്ലിപ്പിലുണ്ടായിരുന്ന രോഹിത്തിന് കുറെ കൂടി അനായാസം പിടിക്കാമായിരുന്ന ക്യാച്ചായിരുന്നു ഇത്. എന്നാൽ ഋഷഭ് അതിനായി ശ്രമിച്ചത് കാരണം അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കുകയായിരുന്നു. ഋഷഭ് ഈ ക്യാച്ച് എടുത്തിരുന്നുവെങ്കിൽ ഓസീസ് ഒരു വിക്കറ്റിന് 15 റൺസ് എന്ന നിലയിൽ ആവുകയും ഇതുവഴി ഇന്ത്യക്ക് കൂടുതൽ പിടിമുറുക്കാനും സാധിക്കുമായിരുന്നു. ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ത്രൂ നേടിത്തരാനുള്ള സുവർണാവസരം തുലച്ച ഋഷഭ് പന്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്തിനെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത വിക്കറ്റ് കീപ്പറാണ്. ക്യാച്ചുകൾ പാഴാക്കുകയെന്നത് ഋഷഭിന്റെ ശീലമാണ്. 2ഓ 3ഓ ക്യാച്ചുകൾ ഋഷഭ് എല്ലാ കളിയിലും നഷ്ടപ്പെടുത്താറുണ്ട് എന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആഞ്ഞടിക്കുകയാണ്. ഋഷഭ് പന്തിനെ ഇപ്പോഴും മികച്ചൊരു വിക്കറ്റ് കീപ്പർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുകയില്ല. വിക്കറ്റിന് പിന്നിൽ അദ്ദേഹം പലപ്പോഴും ക്യാച്ചുകൾ പാഴാക്കാറുണ്ട്. തന്റെ പിഴവുകൾ പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും ഈ തരത്തിൽ അദ്ദേഹം ക്യാച്ചുകൾ പാഴാക്കിയാൽ ധ്രുവ് ജുറേലിനെയോ സഞ്ജു സാംസണിനെയോ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പറായി കൊണ്ടുവരേണ്ടി വരുമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്.